ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന നിങ്ങളുടെ മൂന്നാമത്തെ ചാപ്റ്റർ മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് പാർട്ട് എടുത്തിരുന്നു. ആ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഞാനത് എഡിറ്റ് ചെയ്തപ്പോഴുള്ള ഒരു കൈപ്പിഴവ് കൊണ്ടാണ് എനിക്കൊരു 3 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വിട്ടുപോയി. ആ ക്വസ്റ്റ്യനാണ് ഞാൻ സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കാതെ ഇന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങൾ പേജ് നമ്പർ 34 എടുക്കുക. അതിലെ ടെസ്റ്റിലെ എക്സാമ്പിളാണത് കേട്ടോ. ഇതോടൊപ്പം ഈ എക്സാമ്പിൾ ഒന്ന് പഠിപ്പിക്കാൻ പോകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ ടുഗദർ ഈസ് 5,000 റുപ്പീസ്. ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടെയാണ് എത്ര? 5,000 റുപ്പീസ്. ഇനി പറഞ്ഞിരിക്കുന്നു, ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 4 ചെയർസ്. ടേബിളിനും ഒരു ടേബിളിനും 4 ചെയർസിനും കൂടെയാണ് എത്ര? 8,000 റുപ്പീസ് പറഞ്ഞിരിക്കുന്നു. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോന്നിൻ്റെ പ്രൈസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഒരു കടയിൽ 10 രൂപ കൊണ്ടുപോയിട്ട് ഒരു പേനയും വാങ്ങിച്ചു, ഒരു പെൻസിലും വാങ്ങിച്ചു. അപ്പോൾ പെൻസിലിന് 2 രൂപയാണ്. അപ്പോൾ പേനയ്ക്ക് എന്ത് വിലയായിരിക്കും? 10 - 2 അല്ലേ, 8 റുപ്പീസ് എന്ന് പറയും പോലെ നമുക്കിവിടെ എന്താ പേരോട് പറയാം? നമുക്ക് ചെയറിന് നമുക്ക് എക്സ് എന്ന് പറയാം. ചെയറിൻ്റെ പ്രൈസ് നമുക്ക് എന്താണ്? എക്സ്. അങ്ങനെയാണെങ്കിൽ ടേബിളിൻ്റെ പ്രൈസ് എന്തായിരിക്കും? ടോട്ടൽ ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടെയാണ് അത്ര 5,000. അതിൽ ചെയറിൻ്റെ പ്രൈസ് നമുക്ക് എക്സ് എന്ന് പറയുകയാണെങ്കിൽ ടേബിളിന് എന്തായിരിക്കും? 5,000 മൈനസ് എക്സ് അല്ലേ, രണ്ടിനും കൂടെയാണ്. ചെയറിനും കൂടെയാണ് 5,000. അതിൽ ചെയറിന് നമ്മൾ എക്സ് പ്രൈസ്, ചെയറിൻ്റെ പ്രൈസ് എന്താണ്? എക്സ് ആണെങ്കിൽ ടേബിളിൻ്റെ എന്തായിരിക്കും? 5,000 മൈനസ് എക്സ്. അതാണ് ഇവിടെ എഴുതുന്നത്. ലെറ്റ് ദ പ്രൈസ് ഓഫ് എ ചെയർ ബി എക്സ്. Then the price of a table is equal to രണ്ടും കൂടി അല്ലേ, രണ്ടും കൂടെ എത്ര? 5,000. അതിൽ ചെയറിന് എത്ര പോകുന്നു? എക്സ് പോകും. അപ്പോൾ ബാക്കി എന്തായിരിക്കും? 5,000 മൈനസ് എക്സ്. അല്ലേ, ഇതെന്താണ്? എക്സ് ആണെങ്കിൽ എന്തായിരിക്കും? 5,000 മൈനസ് എക്സ്. ഇനി രണ്ടിനും കൂടെയാണ് എത്ര പറഞ്ഞിരിക്കുന്നത്? അതായത് രണ്ടിനും കൂടെ എന്ന് പറയുമ്പോൾ 5,000 ആണ് അല്ലേ, ചെയറിനും ടേബിളിനും കൂടെ. ഇനി ഇയാൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ടേബിൾ വാങ്ങിച്ചു. ഒരു ടേബിളിൻ്റെ പ്രൈസ് എത്ര? 5,000 മൈനസ് എക്സ് പ്ലസ് പിന്നെന്താണ്? 4 ചെയർ വാങ്ങിച്ചു. ഒരു ചെയറിൻ്റെ പ്രൈസ് എത്രയാണ്? എക്സ്. അപ്പോൾ 4 ചെയറിൻ്റെ പ്രൈസ് ആണെങ്കിൽ 4 × എക്സ്. അപ്പോൾ എത്ര? 4x. അപ്പോൾ രണ്ടും കൂടെ അല്ലേ, അതായത് ഒരു ടേബിളും 4 ചെയറിനും കൂടെ എത്ര രൂപയായി? 8,000 റുപ്പീസ് എന്നാണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 4x + 4x - x. അപ്പോൾ ഡിഫറൻറ്റ് സൈൻസ് വന്നാൽ ഡിഫറൻസ് കാണുക. 4x നിന്ന് 1x മൈനസ് ചെയ്യുമ്പോൾ 3x കിട്ടും. ഗ്രേറ്റർ സൈൻ പ്ലസ് ഈസ് ഈക്വൽ ടു 8,000. ഇനി അടുത്ത് പ്ലസ് 5,000 അപ്പുറത്തുമ്പോൾ മൈനസ് 5,000. 3x is equal to 8,000 minus 5,000 എന്നാണ് 3,000. Therefore, x is equal to 3,000 divided by 3 is equal to 1,000. x എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രൈസാണ്? ചെയറിൻ്റെ പ്രൈസാണ് അല്ലേ. അപ്പോൾ ഒരു ചെയറിന് എത്ര രൂപയാണ്? 4,000 രൂപ അല്ലേ. ഒരു ചെയറിന് എത്ര രൂപ? 1,000 രൂപ. അപ്പോൾ 4 ചെയറിന് എത്ര രൂപ? 4,000 രൂപ. ഒരു ടേബിളിന് എന്ത് വിലയാണ്? 5,000 മൈനസ് എക്സ്. അതായത് എക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഏതിൻ്റെ പ്രൈസാണ്? ചെയറിൻ്റെ പ്രൈസ് അല്ലേ. അപ്പോൾ 5,000 നിന്ന് ഒരു ചെയറിൻ്റെ പ്രൈസ് ഏതാണ്? 1,000 മൈനസ് ചെയ്യുക. അപ്പോൾ അത്ര 4,000. നമുക്കത് എഴുതാം. ദ പ്രൈസ് ഓഫ് എ ചെയർ ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു റുപ്പീസ് എത്ര? 5,000 അല്ല 1,000 അല്ലേ. എക്സിൻ്റെ പ്രൈസ് എത്ര കിട്ടിയത്? 1,000 ആണ്. ഇനി അടുത്ത് ദ പ്രൈസ് ഓഫ് എ ടേബിൾ. ടേബിൾ ഇസ് ഈക്വൽ ടു 5,000 മൈനസ് എക്സ്. എക്സ് ഇവിടെ എത്ര കിട്ടി? 1,000 ഈസ് ഈക്വൽ ടു റുപ്പീസ് എത്ര? 4,000. സിമ്പിൾ അല്ലേ, എളുപ്പമാണ് അല്ലേ. നിങ്ങൾ മനസ്സിലാക്കുക വേറൊന്നുമില്ല. ഒരു ചെയറിന് എത്ര രൂപയാണ്? എക്സ് രൂപയാണ്. ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടെയാണ് 5,000. അതിൽ നമ്മൾ എക്സ് റുപ്പീസ് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? ചെയറിൻ്റെയാണ്. അപ്പോൾ ആ എക്സ് മൈനസ് ചെയ്യുമ്പോൾ ഏതിൻ്റെ കിട്ടും? ഒരു ടേബിളിൻ്റെ പ്രൈസ് കിട്ടും. ഇനി അടുത്ത് പറഞ്ഞു എന്താണ്? ഒരു ടേബിളിൻ്റെ 4 ചെയറിനും കൂടെ. ഒരു ടേബിൾ എന്താണ്? 5,000 മൈനസ് എക്സ് റുപ്പീസും 4 ടേബിൾ എന്താകും? 4 ചെയർ അല്ലേ. 4 ചെയർ ആകുമ്പോഴത്തേക്കും ഒരു ചെയറിൻ്റെ എന്താണ്? എക്സ് ആണ്.
അപ്പോൾ 4 ചേറിൻ്റെ എന്താണ് 4x അല്ലേ. അപ്പോൾ 5000 മൈനസ് എക്സും 4x കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത് 8000 റുപ്പീസ് കിട്ടുന്നത്. അതായത് ഒരു ടേബിളിനും 4 ചെയറിനും കൂടെയാണിത് 8000. അങ്ങനെ ചെയ്യണം. നമ്മൾ ആ സ്റ്റെപ്സ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ചെയറിൻ്റെ പ്രൈസ് നമുക്ക് കിട്ടി. അതെന്തായിരുന്നു 1000 ആയിരുന്നു. പിന്നെ ആ 1000 നമ്മൾ എന്ത് ചെയ്തു, 5000 മൈനസ് ചെയ്യപ്പോൾ എന്തിൻ്റെ പ്രൈസ് കിട്ടി, നമുക്ക് ടേബിളിൻ്റെ പ്രൈസ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പേജ് നമ്പർ 35. 35 ഏറ്റവും മുകളിലത്തെ ക്വസ്റ്റ്യൻ നോക്കണം. ഇതിൻ്റെ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ 1 മീറ്റർ. ഒരു നോക്കിക്കോ, ഇതിൻ്റെ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ 1 മീറ്റർ. വൺ സൈഡ് ഈസ് 5 സെൻറ്റിമീറ്റേഴ്സ് ലോങ്ങർ ദാൻ ദ അതർ. അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് മറ്റേ വശത്തേക്കാൾ എത്ര സെൻറ്റിമീറ്റർ കൂടുതലാണ്? 5 സെൻറ്റിമീറ്റർ കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ ലെങ്സ് ഓഫ് ദ സൈഡ്സ്? ആ വശങ്ങളുടെ നീളങ്ങളാണ്, അതിൻ്റെ വശങ്ങളുടെ അളവുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാം അല്ലേ. റെക്റ്റാങ്കിൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അതായത് പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ 2 × L+B ആണ് അല്ലേ. 2 എല്ലും ഉണ്ട്, 2 ബി കാണും, 2 എല്ലും 2 ബിയും അല്ലേ. L+B+L+B അതാണ് പെരിമീറ്റർ. അപ്പോൾ അത് എത്രയാണ് പറഞ്ഞിരിക്കുന്നു? 100. അതായത് 1 മീറ്റർ എന്താണ് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും എടുക്കാം. അപ്പോൾ ബ്രെഡ്ത്തിന് നമുക്ക് ഇത് കൊടുക്കാം എക്സ് ആണെങ്കിൽ അല്ലേ. ബ്രെഡ്ത്ത് എന്താണ് ചെറിയ വശം, സ്മോളർ സൈഡ്. അത് എന്താണ് എക്സ് ആണെങ്കിൽ ഈ ലോങ് സൈഡ് എന്തായിരിക്കും X+ എന്താണ് 5 അല്ലേ. എന്തുകൊണ്ടാണ്? ഇതിനേക്കാൾ എത്ര സെൻറ്റിമീറ്റർ കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ട്? 5 സെൻറ്റിമീറ്റർ കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 1 മീറ്റർ അല്ലെങ്കിൽ എന്താ 100 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ നീളമുള്ള വശം എന്ന് പറയുന്നത് മറ്റേ വശത്തിനേക്കാൾ എത്ര സെൻറ്റിമീറ്റർ കൂടുതലെന്ന് പറഞ്ഞിരിക്കുന്നു? 5 സെൻറ്റിമീറ്റർ കൂടുതലെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതേ പ്ലസ് ഇതാണ് ഇത് 100. അപ്പോൾ ഇതുകൂടെ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതിൻ്റെ ഹാഫ് എടുത്താൽ മതി അല്ലേ. 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ X+5 പ്ലസ് എക്സ് ആണ് 50 സെൻറ്റിമീറ്റർ. X+5 പ്ലസ് പിന്നെ എന്താണ് എക്സ് 50 സെൻറ്റിമീറ്റർ അല്ലേ. ഓക്കെ, ഇനി അടുത്ത് 1x എന്താണ് 2x പ്ലസ് പിന്നെ എന്തുണ്ട് 5 = 50. ഇനി അടുത്ത സ്റ്റെപ്പ് 2x = 50 പ്ലസ് 5 അപ്പുറത്തുമ്പോൾ -5. 2x = 50 - 5 എന്താണ് 45. Therefore x = 45 / 2 = 22.5. മനസ്സിലായല്ലോ. എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി 22.5 ആണ് കിട്ടിയത്. ഈ എക്സ് എവിടെ കിടക്കുന്നു? ഇതാണ് അല്ലേ. അതിൻ്റെ എന്താണ് വീതിയാണിത്. നമുക്ക് കിട്ടിയത് 22.5 എന്ന് പറയുന്നത് എക്സ്. ദ ബ്രെഡ്ത്ത് = എക്സ്. എക്സ് എവിടെ എത്ര കിട്ടി? 22.5. 5 എന്താണ് യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ദ ലെങ്ത് = എന്താണ്? X+5. എക്സ് എവിടെ എത്ര കിട്ടി? 22.5 പ്ലസ് 5 = 27.5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞു. ടോട്ടല് 3 ക്വസ്റ്റ്യൻ ആണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിയോളൂ, നല്ല ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അതിൽ എന്താ പറഞ്ഞിരിക്കുന്നു? ക്ലാസ്സിലെ ഒരു കമ്പൈൻഡ് ക്ലാസ്സാണ്, ബോയ്സും ഗേൾസും ഉള്ള ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ എന്ത് സംഭവിച്ചു നോക്കുക. എ ക്ലാസ് ഹാസ് 4 more ഗേൾസ് ദാൻ ബോയ്സ് അല്ലേ. ആ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട്? ബോയ്സിനേക്കാൾ 4 ഗേൾസാണ് കൂടുതലുള്ളത്. മനസ്സിലായി. 2 സെക്ഷനിൽ ബോയ്സിനേക്കാൾ എത്ര പേര് കൂടുതലുണ്ട്? ഗേൾസ് 4 പേര് കൂടുതലുണ്ട്. ഓൺ എ ഡേ, ഒരു ദിവസം എന്ത് ചെയ്തു?
വെൻ ഓൺലി 8 ബോയ്സ് വെയർ എന്താണ് ആബ്സെൻറ്റ്. അപ്പോൾ 8 കുട്ടികൾ എന്ത് ചെയ്തു, ഈ സെക്ഷനിലെ അതായത് ഈ വശത്ത് എന്ത് ചെയ്തു, 8 കുട്ടികളെന്ന് ആബ്സെൻ്റായി. ഒരു ദിവസം 8 കുട്ടികൾ ബോയ്സ് എന്ത് ചെയ്തു, എന്തോ ഒരു കള്ളപ്പുറം ചിലപ്പം വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കാം. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോൾ ബോയ്സ് എന്ത് ചെയ്തു, 8 കുട്ടികൾ എന്ത് ചെയ്തു ആബ്സെൻ്റായി. ദ നമ്പർ ഓഫ് ഗേൾസ്, അന്നേരം എന്ത് സംഭവിച്ചു, ഇപ്പുറത്തെ സൈഡിലുള്ള നമ്പർ ഓഫ് ഗേൾസ് എല്ലാവരും ഉണ്ട്. ആ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് വാസ് ട്വൈസ് ദാറ്റ് ഓഫ് ബോയ്സ്. ഇവിടെ എത്ര കുട്ടികളുണ്ട്, ഇപ്പോൾ എത്ര കുട്ടികൾ കുറഞ്ഞു, ആ കുറഞ്ഞതിൻ്റെ ഇരട്ടിയാണ് ഇത് ഇപ്പുറത്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. അന്നേ ദിവസം സംഭവിച്ചത് കേട്ടല്ലോ. അപ്പോൾ ദ നമ്പർ ഓഫ് ഗേൾസ് വെയർ ട്വൈസ് ദാറ്റ് ഓഫ് ദ ബോയ്സ്. ഹൗ മെനി ഗേൾസ് ആൻഡ് ദ ബോയ്സ് ആർ ദർ ഇൻ ദ ക്ലാസ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട് എത്ര ഗേൾസ് ഉണ്ട്, ടോട്ടൽ ആ ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ സ്ട്രെങ്ത് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഈ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ കൂടെ എണ്ണം കൂട്ടി നമ്മളവിടെ എഴുതും. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് ആ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട് എത്ര ഗേൾസ് ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആരേക്കാൾ കൂടുതലാണ്, ബോയ്സിനേക്കാൾ കൂടുതലാണ് ഗേൾസ്. അപ്പോൾ നമുക്ക് ബോയ്സിന് ഇത് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം അല്ലേ. നമ്പർ ഓഫ് ബോയ്സ് ബി എക്സ്, ലെറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് ബി എക്സ്. അല്ലേ, കുട്ടികളുടെ ബോയ്സിൻ്റെ എണ്ണം നമ്മൾ ഇത് കൊടുത്തു, എക്സ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഗേൾസ് ഇത് കൊടുക്കാം, എക്സ് പ്ലസ് 4. അപ്പോൾ ഈ കുട്ടികളെ കൃത്യമായിട്ട് ക്ലാസ്സിൽ വന്നിട്ടുണ്ട് അല്ലേ. ആ എക്സ് പ്ലസ് 4 ആ കുട്ടികൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ദിവസത്തെ ക്ലാസ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു, അപ്പുറത്തെ കുട്ടികൾ എത്ര പേരുണ്ടായിരുന്നു, എക്സ് കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലേ. ആ എക്സ് കുട്ടികളിൽ നിന്നും എത്ര പേരെന്ന് ആബ്സെൻ്റായി, 8 പേര് പോയി അല്ലേ. അപ്പം -8, 8 പേര് കൂടുതൽ വന്നെങ്കിൽ എന്താണ് +8 അല്ലേ. ഇവിടെ എന്താണ് 8 കുട്ടികൾ അന്ന് കുറഞ്ഞു. ഉണ്ടായിരുന്ന എക്സ് കുട്ടികളിൽ നിന്നും എന്ത് ചെയ്തു, എത്ര പേര് അന്ന് ആബ്സെൻ്റായി, 8 കുട്ടികൾ ആബ്സെൻ്റായി. ആബ്സെൻ്റായ ആ എണ്ണത്തിൽ ഡബിൾ എന്ന് പറയുന്നതാണ് ട്വൈസ് അല്ലേ. അല്ലെങ്കിൽ 2 ഇൻറ്റു എന്താ പറയുന്നത്, ഇതിനെങ്ങനെ 2 ഇൻറ്റു എക്സ് മൈനസ് 8 എന്ന് പറയുന്നത് ഏത് ഈക്വലാണ്, എക്സ് പ്ലസ് 4ന് ഈക്വലാണ്. അതായത് ഈ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ഈ ആബ്സെൻ്റായ കുട്ടികളുടെ ഡബിളിന് ഈക്വലായി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 4 സീൽ 2 ഇൻറ്റു എക്സ് മൈനസ് 8. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, എക്സ് പ്ലസ് 4. ഇനി അടുത്ത് ഇത് കോമൺ ഫാക്ടർ എടുത്തിട്ട് ഈ 2 കൊണ്ട് ബ്രാക്കറ്റിനകത്തോട്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു എക്സ് എന്താണ് 2x, 2 ഇൻറ്റു -8 എന്താണ് -16. ഇനി അടുത്തത് എക്സ് എഴുതി പ്ലസ് 2x ഇക്വൽസിന് ഇപ്പുറത്തോട്ട് വരിക, -2x ഈസ് ഈക്വൽ ടു -16 അല്ലേ. അതിൻ്റെ താഴെ അതുപോലെ ഇറക്കി സൈൻ മാറ്റാതെ, കാരണം ഇക്വൽസിന് അപ്പുറത്ത് കിടക്കുന്നതാണ്. ഇനി ഇപ്പുറത്ത് കിടക്കുന്ന +4നെ അപ്പുറത്തോട്ട് പോകുന്നതാണ് -4. -2x പ്ലസ് 1x, 2x നിന്ന് 1x മൈനസ് ചെയ്യുമ്പോൾ എക്സ് ഗ്രേറ്റർ സൈൻ മൈനസ് എക്സ് ഈക്വൽ ടു ഒരേ സൈൻ വന്നാൽ എന്തെയും ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ -16 -4 എന്താണ് -16 -4 ഒരേ സൈൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. 16നോട് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 കൂട്ടുന്നു, അപ്പോൾ 20 കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു, വലുതൊരു സൈൻ തന്നെ പറഞ്ഞോളൂ. ഒരേ സൈൻ ഒന്ന് ആഡ് ചെയ്തിട്ട് ആ സൈനിന് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി. സബ്ട്രാക്ഷനോ അഡീഷനോ വന്നാലും എന്ത് ചെയ്യുക, ചെയ്തിട്ട് കണ്ടിട്ട് അതിന് ഗ്രേറ്റർ സൈൻ കൊടുക്കുക. അപ്പോൾ ഗ്രേറ്റർ ഇതാണ് മൈനസ് എന്താണ് 20. ഇവിടെ 20 വരാൻ കാരണം എന്താണ്, ഒരേ ചിഹ്നങ്ങളാണ്, അതുകൊണ്ടാണ് നമ്മൾ കൂട്ടിയത്. എന്നിട്ട് വലുതൊരു ചിഹ്നം തന്നെ കൊടുത്തു. ഒരേ സൈൻ അപ്പുറത്ത് ക്യാൻസൽ, ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 20. ഈ 20 എന്ന് പറയുന്നത് ആരാണ്, നമ്പർ ഓഫ് ബോയ്സ് അല്ലേ. ഈ 20 എന്ന് പറയുന്നത് ആരാണ്, നമ്പർ ഓഫ് ബോയ്സ്. അപ്പോൾ ഗേൾസ് എന്തായിരിക്കും, ബോയ്സിനേക്കാൾ എത്ര കൂടുതലാണ്, 4 അല്ലേ. അപ്പോൾ ബോയ്സ് എത്രയാണ്, 20 ആണെങ്കിൽ ഗേൾസ് എന്തായിരിക്കും 20 + 4. അപ്പോൾ എന്താണ് 24. അപ്പോൾ ആ ക്ലാസ്സിലെ ടോട്ടൽ സ്ട്രെങ്ത് എന്തായിരിക്കും, 24 + 20. അപ്പോൾ അത്രയാണ് 44 സ്റ്റുഡൻസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഈ 3 ക്വസ്റ്റ്യനാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ആ 3 ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ ക്വസ്റ്റ്യനൊക്കെ ചേർത്തുള്ള ഒരു 3ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. അതുവരെ എല്ലാവർക്കും നല്ല വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പേഴ്സ് ഓഫ് ഫിക്കേഷൻ എന്ന നിങ്ങളുടെ
മൂന്നാമത്തെ ചാപ്റ്റർ മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് പാർട്ട് എടുത്തിരുന്നു. ആ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഞാനത് എഡിറ്റ് ചെയ്തപ്പോഴുള്ള ഒരു കൈപ്പിഴവ് കൊണ്ടാണ് എനിക്കൊരു 3 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വിട്ടുപോയി. ആ ക്വസ്റ്റ്യനാണ് ഞാൻ സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കാതെ ഇന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങൾ പേജ് നമ്പർ 34 എടുക്കുക. അതിലെ ടെസ്റ്റിലെ എക്സാമ്പിളാണത് കേട്ടോ. ഇതോടൊപ്പം ഈ എക്സാമ്പിൾ ഒന്ന് പഠിപ്പിക്കാൻ പോകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ ടുഗദർ ഈസ് 5,000 റുപ്പീസ്. ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടെയാണ് എത്ര? 5,000 റുപ്പീസ്. ഇനി പറഞ്ഞിരിക്കുന്നു, ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 4 ചെയർസ്. ടേബിളിനും ഒരു ടേബിളിനും 4 ചെയർസിനും കൂടെയാണ് എത്ര? 8,000 റുപ്പീസ് പറഞ്ഞിരിക്കുന്നു. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോന്നിൻ്റെ പ്രൈസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഒരു കടയിൽ 10 രൂപ കൊണ്ടുപോയിട്ട് ഒരു പേനയും വാങ്ങിച്ചു, ഒരു പെൻസിലും വാങ്ങിച്ചു. അപ്പോൾ പെൻസിലിന് 2 രൂപയാണ്. അപ്പോൾ പേനയ്ക്ക് എന്ത് വിലയായിരിക്കും? 10 - 2 അല്ലേ, 8 റുപ്പീസ് എന്ന് പറയും പോലെ നമുക്കിവിടെ എന്താ പേരോട് പറയാം? നമുക്ക് ചെയറിന് നമുക്ക് എക്സ് എന്ന് പറയാം. ചെയറിൻ്റെ പ്രൈസ് നമുക്ക് എന്താണ്? എക്സ്. അങ്ങനെയാണെങ്കിൽ ടേബിളിൻ്റെ പ്രൈസ് എന്തായിരിക്കും? ടോട്ടൽ ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടിയാണ് അത്ര 5,000. അതിൽ ചെയറിൻ്റെ പ്രൈസ് നമുക്ക് എക്സ് എന്ന് പറയുകയാണെങ്കിൽ ടേബിളിന് എന്തായിരിക്കും? 5,000 മൈനസ് എക്സ് അല്ലേ, രണ്ടിനും കൂടിയാണ്. ചെയറിനും കൂടിയാണ് 5,000. അതിൽ ചെയറിന് നമ്മൾ എക്സ് പ്രൈസ്, ചെയറിൻ്റെ പ്രൈസ് എന്താണ്? എക്സ് ആണെങ്കിൽ ടേബിളിൻ്റെ എന്തായിരിക്കും? 5,000 മൈനസ് എക്സ്. അതാണ് ഇവിടെ എഴുതുന്നത്. ലെറ്റ് ദ പ്രൈസ് ഓഫ് എ ചെയർ ബി എക്സ്. Then the price of a table is equal to രണ്ടും കൂടി അല്ലേ, രണ്ടും കൂടെ എത്ര? 5,000. അതിൽ ചെയറിന് എത്ര പോകുന്നു? എക്സ് പോകും. അപ്പോൾ ബാക്കി എന്തായിരിക്കും? 5,000 മൈനസ് എക്സ്. അല്ലേ, ഇതെന്താണ്? എക്സ് ആണെങ്കിൽ എന്തായിരിക്കും? 5,000 മൈനസ് എക്സ്. ഇനി രണ്ടിനും കൂടെയാണ് എത്ര പറഞ്ഞിരിക്കുന്നത്? അതായത് രണ്ടിനും കൂടെ എന്ന് പറയുമ്പോൾ 5,000 ആണ് അല്ലേ, ചെയറിനും ടേബിളിനും കൂടെ. ഇനി ഇയാൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ടേബിൾ വാങ്ങിച്ചു. ഒരു ടേബിളിൻ്റെ പ്രൈസ് എത്ര? 5,000 മൈനസ് എക്സ് പ്ലസ് പിന്നെന്താണ്? 4 ചെയർ വാങ്ങിച്ചു. ഒരു ചെയറിൻ്റെ പ്രൈസ് എത്രയാണ്? എക്സ്. അപ്പോൾ 4 ചെയറിൻ്റെ പ്രൈസ് ആണെങ്കിൽ 4 × എക്സ്. അപ്പോൾ എത്ര? 4x. അപ്പോൾ രണ്ടും കൂടെ അല്ലേ, അതായത് ഒരു ടേബിളും 4 ചെയറിനും കൂടെ എത്ര രൂപയായി? 8,000 റുപ്പീസ് എന്നാണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 4x + 4x - x. അപ്പോൾ ഡിഫറൻറ്റ് സൈൻസ് വന്നാൽ ഡിഫറൻസ് കാണുക. 4x നിന്ന് 1x മൈനസ് ചെയ്യുമ്പോൾ 3x കിട്ടും. ഗ്രേറ്റർ സൈൻ പ്ലസ് ഈസ് ഈക്വൽ ടു 8,000. ഇനി അടുത്ത് പ്ലസ് 5,000 അപ്പുറത്തുമ്പോൾ -5,000. 3x is equal to 8,000 minus 5,000 എന്നാണ് 3,000. Therefore, x is equal to 3,000 divided by 3 is equal to 1,000. x എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രൈസാണ്? ചെയറിൻ്റെ പ്രൈസാണ് അല്ലേ. അപ്പോൾ ഒരു ചെയറിന് എത്ര രൂപയാണ്? 4,000 രൂപ അല്ലേ. ഒരു ചെയറിന് എത്ര രൂപ? 1,000 രൂപ. അപ്പോൾ 4 ചെയറിന് എത്ര രൂപ? 4,000 രൂപ. ഒരു ടേബിളിന് എന്ത് വിലയാണ്? 5,000 മൈനസ് എക്സ്. അതായത് എക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഏതിൻ്റെ പ്രൈസാണ്? ചെയറിൻ്റെ പ്രൈസ് അല്ലേ. അപ്പോൾ 5,000 നിന്ന് ഒരു ചെയറിൻ്റെ പ്രൈസ് ഏതാണ്? 1,000 മൈനസ് ചെയ്യുക. അപ്പോൾ അത്ര 4,000. നമുക്കത് എഴുതാം. ദ പ്രൈസ് ഓഫ് എ ചെയർ ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു റുപ്പീസ് എത്ര? 5,000 അല്ല 1,000 അല്ലേ. എക്സിൻ്റെ പ്രൈസ് എത്ര കിട്ടിയത്? 1,000 ആണ്. ഇനി അടുത്ത് ദ പ്രൈസ് ഓഫ് എ ടേബിൾ. ടേബിൾ ഇസ് ഈക്വൽ ടു 5,000 മൈനസ് എക്സ്. എക്സ് ഇവിടെ എത്ര കിട്ടി? 1,000 ഈസ് ഈക്വൽ ടു റുപ്പീസ് എത്ര? 4,000. സിമ്പിൾ അല്ലേ, എളുപ്പമാണ് അല്ലേ. നിങ്ങൾ മനസ്സിലാക്കുക വേറൊന്നുമില്ല. ഒരു ചെയറിന് എത്ര രൂപയാണ്? എക്സ് രൂപയാണ്. ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടെയാണ് 5,000. അതിൽ നമ്മൾ എക്സ് റുപ്പീസ് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? ചെയറിൻ്റെയാണ്. അപ്പോൾ ആ എക്സ് മൈനസ് ചെയ്യുമ്പോൾ ഏതിൻ്റെ കിട്ടും? ഒരു ടേബിളിൻ്റെ പ്രൈസ് കിട്ടും. ഇനി അടുത്ത് പറഞ്ഞു എന്താണ്? ഒരു ടേബിളിൻ്റെ 4 ചെയറിനും കൂടെ. ഒരു ടേബിൾ എന്താണ്? 5,000 മൈനസ് എക്സ് റുപ്പീസും 4 ടേബിൾ എന്താകും? 4 ചെയർ അല്ലേ. 4 ചെയർ ആകുമ്പോഴത്തേക്കും ഒരു ചെയറിൻ്റെ എന്താണ്? എക്സ് ആണ്. അപ്പോൾ 4 ചെയറിൻ്റെ എന്താണ്? 4x അല്ലേ. അപ്പോൾ 5,000
മൈനസ് എക്സും 4x കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത് 8000 റുപ്പീസ് കിട്ടുന്നത്. അതായത് ഒരു ടേബിളിനും 4 ചെയറിനും കൂടെയാണിത് 8000. അങ്ങനെയാണ് നമ്മൾ ആ സ്റ്റെപ്സ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ചെയറിൻ്റെ പ്രൈസ് നമുക്ക് കിട്ടി. അതെന്തായിരുന്നു, 1000 ആയിരുന്നു. പിന്നെ ആ 1000 നമ്മൾ എന്ത് ചെയ്തു, 5000 മൈനസ് ചെയ്യുമ്പോൾ എന്തിൻ്റെ പ്രൈസ് കിട്ടി, നമുക്ക് ടേബിളിൻ്റെ പ്രൈസ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, പേജ് നമ്പർ 35. 35-ലെ ഏറ്റവും മുകളിലത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതിൻ്റെ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ 1 മീറ്റർ. ഒരു നോക്കിക്കോളൂ, ഇതിൻ്റെ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ 1 മീറ്റർ. വൺ സൈഡ് ഈസ് 5 സെൻറ്റിമീറ്റേഴ്സ് ലോങ്ങർ ദാൻ ദ അതർ. അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് മറ്റേ വശത്തേക്കാൾ എത്ര സെൻറ്റിമീറ്റർ കൂടുതലാണ്, 5 സെൻറ്റിമീറ്റർ കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ ലെങ്സ് ഓഫ് ദ സൈഡ്സ്. ആ വശങ്ങളുടെ നീളങ്ങളാണ്, അതിൻ്റെ വശങ്ങളുടെ അളവുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാം അല്ലേ. റെക്റ്റാങ്കിൾ, അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അതായത് പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ 2 × L+B ആണ് അല്ലേ. 2 എല്ലും ഉണ്ട്, 2 ബിയും കാണും, 2 എല്ലും 2 ബിയും അല്ലേ. L+B+L+B അതാണ് പെരിമീറ്റർ. അപ്പോൾ അത് എത്രയാണ് പറഞ്ഞിരിക്കുന്നു, 100. അതായത് 1 മീറ്റർ എന്താണ്, 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കൊടുക്കാം. അപ്പോൾ ബ്രെഡ്ത്തിന് നമുക്ക് ഇത് കൊടുക്കാം, എക്സ് ആണെങ്കിൽ അല്ലേ. ബ്രെഡ്ത്ത് എന്താണ്, ചെറിയ വശം, സ്മോളർ സൈഡ്. അത് എന്താണ്, എക്സ് ആണെങ്കിൽ ഈ ലോങ് സൈഡ് എന്തായിരിക്കും, x+ എന്താണ് 5 അല്ലേ. എന്തുകൊണ്ടാണ്, ഇതിനേക്കാൾ എത്ര സെൻറ്റിമീറ്റർ കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ട്, 5 സെൻറ്റിമീറ്റർ കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണ്, 1 മീറ്റർ അല്ലെങ്കിൽ എന്താ 100 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ നീളമുള്ള വശം എന്ന് പറയുന്നത് മറ്റേ വശത്തിനേക്കാൾ എത്ര സെൻറ്റിമീറ്റർ കൂടുതലെന്ന് പറഞ്ഞിരിക്കുന്നു, 5 സെൻറ്റിമീറ്റർ കൂടുതലെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതേ പ്ലസ് ഇതാണ്, ഇത് 100. അപ്പോൾ ഇതും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അതിൻ്റെ ഹാഫ് എടുത്താൽ മതി അല്ലേ, 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ x+5 പ്ലസ് x ആണ് 50 സെൻറ്റിമീറ്റർ. x+5 പ്ലസ് പിന്നെന്താണ് x 50 സെൻറ്റിമീറ്റർ അല്ലേ. ഓക്കെ, ഇനി അടുത്ത് 1x എന്താണ് 2x പ്ലസ് പിന്നെ എന്തുണ്ട് 5 ഈസ് ഈക്വൽ ടു 50. ഇനി അടുത്ത സ്റ്റെപ്പ് 2x ഈസ് ഈക്വൽ ടു 50 പ്ലസ് 5 അപ്പുറത്തുമ്പോൾ -5. 2x ഈസ് ഈക്വൽ ടു 50 -5 എന്താണ് 45. Therefore x is equal to 45 divided by 2 is equal to 22.5. മനസ്സിലായല്ലോ. എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി 22.5 ആണ് കിട്ടിയത്. ഈ എക്സ് എവിടെ കിടക്കുന്നു, ഇതാണ് അല്ലേ. അതിൻ്റെ എന്താണ് വീതിയാണിത്. നമുക്ക് കിട്ടിയത് 22.5 എന്ന് പറയുന്നത് എക്സ്. ദ ബ്രെഡ്ത്ത് is equal to x. എക്സ് എവിടെ കിട്ടി 22.5. 5 എന്താണ് യൂണിറ്റ്, എന്താണ് സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ലെങ്ത് is equal to എന്താണ് x+5. എക്സ് ഇവിടെ 22.5 പ്ലസ് 5 is equal to 27.5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞു. ടോട്ടല് 3 ക്വസ്റ്റ്യൻ ആണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിയോളൂ, നല്ല ക്വസ്റ്റ്യനാണ്, നിങ്ങളുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അതിലെ എന്താ പറഞ്ഞിരിക്കുന്നു, ക്ലാസ്സിലെ ഒരു കമ്പൈൻഡ് ക്ലാസ്സാണ്, ബോയ്സും ഗേൾസും ഉള്ള ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ എന്ത് സംഭവിച്ചു നോക്കുക. എ ക്ലാസ് ഹാസ് 4 more ഗേൾസ് ദാൻ ബോയ്സ് അല്ലേ. ആ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട്, ആരെക്കാൾ ബോയ്സിനേക്കാൾ 4 ഗേൾസാണ് കൂടുതലുള്ളത്. മനസ്സിലായി, 2 സെക്ഷനിൽ ബോയ്സിനേക്കാൾ എത്ര പേര് കൂടുതലുണ്ട്, ഗേൾസ് 4 പേര് കൂടുതലുണ്ട്. ഓൺ എ ഡേ, ഒരു ദിവസം എന്ത് ചെയ്തു, വെൻ ഓൺലി 8 ബോയ്സ് വെയർ എന്താണ് ആബ്സെൻറ്റ്.
അപ്പോൾ 8 കുട്ടികൾ എന്ത് ചെയ്തു, ഈ സെക്ഷനിലെ അതായത് ഈ വശത്ത് എന്ത് ചെയ്തു, 8 കുട്ടികളെന്ന് ആബ്സെൻ്റായി. ഒരു ദിവസം 8 കുട്ടികൾ ബോയ്സ് എന്ത് ചെയ്തു, എന്തോ ഒരു കള്ളപ്പുറം, ചിലപ്പം വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കാം. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോൾ ബോയ്സ് എന്ത് ചെയ്തു, 8 കുട്ടികൾ എന്ത് ചെയ്തു, ആബ്സെൻ്റായി. ദ നമ്പർ ഓഫ് ഗേൾസ്, അന്നേരം എന്ത് സംഭവിച്ചു, ഇപ്പുറത്തെ സൈഡിലുള്ള നമ്പർ ഓഫ് ഗേൾസ് എല്ലാവരും ഉണ്ട്. ആ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് വാസ് ട്വൈസ് ദാറ്റ് ഓഫ് ബോയ്സ്. ഇവിടെ എത്ര കുട്ടികളുണ്ട്, ഇപ്പോൾ എത്ര കുട്ടികൾ കുറഞ്ഞു, ആ കുറഞ്ഞതിൻ്റെ ഇരട്ടിയാണ് ഇത് ഇപ്പുറത്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. അന്നേ ദിവസം സംഭവിച്ചത് കേട്ടല്ലോ. അപ്പോൾ ദ നമ്പർ ഓഫ് ഗേൾസ് വെയർ ട്വൈസ് ദാറ്റ് ഓഫ് ദ ബോയ്സ്. ഹൗ മെനി ഗേൾസ് ആൻഡ് ദ ബോയ്സ് ആർ ദർ ഇൻ ദ ക്ലാസ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്, എത്ര ഗേൾസ് ഉണ്ട്, ടോട്ടൽ ആ ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ സ്ട്രെങ്ത് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഈ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ കൂടെ എണ്ണം കൂട്ടി നമ്മളവിടെ എഴുതും. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് ആ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്, എത്ര ഗേൾസ് ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആരേക്കാൾ കൂടുതലാണ്, ബോയ്സിനേക്കാൾ കൂടുതലാണ് ഗേൾസ്. അപ്പോൾ നമുക്ക് ബോയ്സിന് ഇത് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം, അല്ലേ. നമ്പർ ഓഫ് ബോയ്സ് ബി എക്സ്, ലെറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് ബി എക്സ്. അല്ലേ, കുട്ടികളുടെ ബോയ്സിൻ്റെ എണ്ണം നമ്മൾ കൊടുത്തു, എക്സ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഗേൾസ് കൊടുക്കാം, എക്സ് പ്ലസ് 4. അപ്പോൾ ഈ കുട്ടികളെ കൃത്യമായിട്ട് ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, അല്ലേ. ആ എക്സ് പ്ലസ് 4 ആ കുട്ടികൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ദിവസത്തെ ക്ലാസ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു, അപ്പുറത്തെ കുട്ടികൾ എത്ര പേരുണ്ടായിരുന്നു, എക്സ് കുട്ടികൾ ഉണ്ടായിരുന്നു, അല്ലേ. ആ എക്സ് കുട്ടികളിൽ നിന്നും എത്ര പേരെന്ന് ആബ്സെൻ്റായി, 8 പേര് പോയി, അല്ലേ. അപ്പം -8, 8 പേര് കൂടുതൽ വന്നെങ്കിൽ എന്താണ്, +8, അല്ലേ. ഇവിടെ എന്താണ്, 8 കുട്ടികൾ അന്ന് കുറഞ്ഞു. ഉണ്ടായിരുന്ന എക്സ് കുട്ടികളിൽ നിന്നും എന്ത് ചെയ്തു, എത്ര പേര് അന്ന് ആബ്സെൻ്റായി, 8 കുട്ടികൾ ആബ്സെൻ്റായി. ആബ്സെൻ്റായ ആ എണ്ണത്തിൽ ഡബിൾ എന്ന് പറയുന്നതാണ് ട്വൈസ്, അല്ലേ. അല്ലെങ്കിൽ 2 ഇൻറ്റു എന്താ പറയുന്നത്, ഇതിനെങ്ങനെ 2 ഇൻറ്റു എക്സ് മൈനസ് 8 എന്ന് പറയുന്നത് ഏത് ഈക്വലാണ്, എക്സ് പ്ലസ് 4ന് ഈക്വലാണ്. അതായത് ഈ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ഈ ആബ്സെൻ്റായ കുട്ടികളുടെ ഡബിളിന് ഈക്വലായി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 4 2 ഇൻറ്റു എക്സ് മൈനസ് 8. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, എക്സ് പ്ലസ് 4. ഇനി അടുത്ത് ഇത് കോമൺ ഫാക്ടർ എടുത്തിട്ട് ഈ 2 കൊണ്ട് ബ്രാക്കറ്റിനകത്തോട്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു എക്സ് എന്താണ്, 2x. 2 ഇൻറ്റു -8 എന്താണ്, -16. ഇനി അടുത്തത് എക്സ് എഴുതി, പ്ലസ് 2x ഇക്വൽസിന് ഇപ്പുറത്തോട്ട് വരിക, -2x ഈക്വൽ ടു -16, അല്ലേ. അതിൻ്റെ താഴെ അതുപോലെ ഇറക്കി സൈൻ മാറ്റാതെ, കാരണം ഈക്വൽസിന് അപ്പുറത്ത് കിടക്കുന്നതാണ്. ഇനി ഇപ്പുറത്ത് കിടക്കുന്ന +4നെ അപ്പുറത്തോട്ട് പോകുന്നതാണ് -4. -2x പ്ലസ് 1x, 2x നിന്ന് 1x മൈനസ് ചെയ്യുമ്പോൾ എക്സ് ഗ്രേറ്റർ സൈൻ മൈനസ് എക്സ് ഈക്വൽ ടു ഒരേ സൈൻ വന്നാൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും, അല്ലേ. അപ്പോൾ -16 -4 എന്താണ്, -16 -4 ഒരേ സൈൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. 16നോട് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 കൂട്ടുന്നു, അപ്പോൾ 20 കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു, വലുതൊരു സൈൻ തന്നെ പറഞ്ഞോളൂ. ഒരേ സൈൻ ഒന്ന് ആഡ് ചെയ്തിട്ട് ആ സൈനിന് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി. സബ്ട്രാക്ഷനോ അഡീഷനോ വന്നാലും എന്ത് ചെയ്യുക, ചെയ്തിട്ട് കണ്ടിട്ട് അതിന് ഗ്രേറ്റർ സൈൻ കൊടുക്കുക. അപ്പോൾ ഗ്രേറ്റർ ഇതാണ് മൈനസ് എന്താണ് 20. ഇവിടെ 20 വരാൻ കാരണം എന്താണ്, ഒരേ ചിഹ്നങ്ങളാണ്, അതുകൊണ്ടാണ് നമ്മൾ കൂട്ടിയത്. എന്നിട്ട് വലുതൊരു ചിഹ്നം തന്നെ കൊടുത്തു. ഒരേ സൈൻ അപ്പുറത്ത് ക്യാൻസൽ ചെയ്ത് അപ്പോൾ എക്സ് ഈക്വൽ ടു 20. ഈ 20 എന്ന് പറയുന്നത് ആരാണ്, നമ്പർ ഓഫ് ബോയ്സ്, അല്ലേ. ഈ 20 എന്ന് പറയുന്നത് ആരാണ്, നമ്പർ ഓഫ് ബോയ്സ്. അപ്പോൾ ഗേൾസ് എന്തായിരിക്കും, ബോയ്സിനേക്കാൾ എത്ര കൂടുതലാണ്, 4, അല്ലേ. അപ്പോൾ ബോയ്സ് എത്രയാണ്, 20 ആണെങ്കിൽ ഗേൾസ് എന്തായിരിക്കും, 20 + 4. അപ്പോൾ എന്താണ് 24. അപ്പോൾ ആ ക്ലാസ്സിലെ ടോട്ടൽ സ്ട്രെങ്ത് എന്തായിരിക്കും, 24 + 20. അപ്പോൾ അത്രയാണ് 44 സ്റ്റുഡൻസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഈ 3 ക്വസ്റ്റ്യനാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ആ 3 ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ ക്വസ്റ്റ്യനൊക്കെ ചേർത്തുള്ള ഒരു 3ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. അതുവരെ എല്ലാവർക്കും നല്ല വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന നിങ്ങളുടെ 3ാമത്തെ ചാപ്റ്റർ, മാത്സിലെ 3ാമത്തെ
ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് പാർട്ട് എടുത്തിരുന്നു. ആ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻ എനിക്ക് ഞാനത് എഡിറ്റ് ചെയ്തപ്പോഴുള്ള ഒരു കൈപ്പിഴവ് കൊണ്ടാണ് എനിക്കൊരു 3 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വിട്ടുപോയി. ആ ക്വസ്റ്റ്യനാണ് ഞാൻ സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കാതെ ഇന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങൾ പേജ് നമ്പർ 34 എടുക്കുക. അതിലെ ടെസ്റ്റിലെ എക്സാമ്പിളാണത് കേട്ടോ. ഇതോടൊപ്പം ഈ എക്സാമ്പിൾ ഒന്ന് പഠിപ്പിക്കാൻ പോകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ ടുഗദർ ഈസ് 5,000 റുപ്പീസ്. ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടെയാണ് എത്ര? 5,000 റുപ്പീസ്. ഇനി പറഞ്ഞിരിക്കുന്നു, ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 4 ചെയർസ്. ടേബിളിനും ഒരു ടേബിളിനും 4 ചെയർസിനും കൂടെയാണ് എത്ര? 8,000 റുപ്പീസ് പറഞ്ഞിരിക്കുന്നു. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോന്നിൻ്റെ പ്രൈസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഒരു കടയിൽ 10 രൂപ കൊണ്ടുപോയിട്ട് ഒരു പേനയും വാങ്ങിച്ചു, ഒരു പെൻസിലും വാങ്ങിച്ചു. അപ്പോൾ പെൻസിലിന് 2 രൂപയാണ്. അപ്പോൾ പേനയ്ക്ക് എന്ത് വിലയായിരിക്കും? 10 - 2 അല്ലേ, 8 റുപ്പീസ് എന്ന് പറയും പോലെ നമുക്കിവിടെ എന്താ പേരോട് പറയാം? നമുക്ക് ചെയറിന് നമുക്ക് എക്സ് എന്ന് പറയാം. ചെയറിൻ്റെ പ്രൈസ് നമുക്ക് എന്താണ്? എക്സ്. അങ്ങനെയാണെങ്കിൽ ടേബിളിൻ്റെ പ്രൈസ് എന്തായിരിക്കും? ടോട്ടൽ ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടെയാണ് അത്ര 5,000. അതിൽ ചെയറിൻ്റെ പ്രൈസ് നമുക്ക് എക്സ് എന്ന് പറയുകയാണെങ്കിൽ ടേബിളിന് എന്തായിരിക്കും? 5,000 മൈനസ് എക്സ് അല്ലേ, രണ്ടിനും കൂടെയാണ്. ചെയറിനും കൂടെയാണ് 5,000. അതിൽ ചെയറിന് നമ്മൾ എക്സ് പ്രൈസ്, ചെയറിൻ്റെ പ്രൈസ് എന്താണ്? എക്സ് ആണെങ്കിൽ ടേബിളിൻ്റെ എന്തായിരിക്കും? 5,000 മൈനസ് എക്സ്. അതാണ് ഇവിടെ എഴുതുന്നത്. ലെറ്റ് ദ പ്രൈസ് ഓഫ് എ ചെയർ ബി എക്സ്. Then the price of a table is equal to രണ്ടും കൂടി അല്ലേ, രണ്ടും കൂടെ എത്ര? 5,000. അതിൽ ചെയറിന് എത്ര പോകുന്നു? എക്സ് പോകും. അപ്പോൾ ബാക്കി എന്തായിരിക്കും? 5,000 മൈനസ് എക്സ്. അല്ലേ, ഇതെന്താണ്? എക്സ് ആണെങ്കിൽ എന്തായിരിക്കും? 5,000 മൈനസ് എക്സ്. ഇനി രണ്ടിനും കൂടെയാണ് എത്ര പറഞ്ഞിരിക്കുന്നത്? അതായത് രണ്ടിനും കൂടെ എന്ന് പറയുമ്പോൾ 5,000 ആണ് അല്ലേ, ചെയറിനും ടേബിളിനും കൂടെ. ഇനി ഇയാൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ടേബിൾ വാങ്ങിച്ചു. ഒരു ടേബിളിൻ്റെ പ്രൈസ് എത്ര? 5,000 മൈനസ് എക്സ് പ്ലസ് പിന്നെന്താണ്? 4 ചെയർ വാങ്ങിച്ചു. ഒരു ചെയറിൻ്റെ പ്രൈസ് എത്രയാണ്? എക്സ്. അപ്പോൾ 4 ചെയറിൻ്റെ പ്രൈസ് ആണെങ്കിൽ 4 × എക്സ്. അപ്പോൾ എത്ര? 4x. അപ്പോൾ രണ്ടും കൂടെ അല്ലേ, അതായത് ഒരു ടേബിളും 4 ചെയറിനും കൂടെ എത്ര രൂപയായി? 8,000 റുപ്പീസ് എന്നാണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 4x + 4x - x. അപ്പോൾ ഡിഫറൻറ്റ് സൈൻസ് വന്നാൽ ഡിഫറൻസ് കാണുക. 4x നിന്ന് 1x മൈനസ് ചെയ്യുമ്പോൾ 3x കിട്ടും. ഗ്രേറ്റർ സൈൻ പ്ലസ് ഈസ് ഈക്വൽ ടു 8,000. ഇനി അടുത്ത് പ്ലസ് 5,000 അപ്പുറത്തുമ്പോൾ -5,000. 3x is equal to 8,000 minus 5,000 എന്നാണ് 3,000. Therefore, x is equal to 3,000 divided by 3 is equal to 1,000. x എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രൈസാണ്? ചെയറിൻ്റെ പ്രൈസാണ് അല്ലേ. അപ്പോൾ ഒരു ചെയറിന് എത്ര രൂപയാണ്? 4,000 രൂപ അല്ലേ. ഒരു ചെയറിന് എത്ര രൂപ? 1,000 രൂപ. അപ്പോൾ 4 ചെയറിന് എത്ര രൂപ? 4,000 രൂപ. ഒരു ടേബിളിന് എന്ത് വിലയാണ്? 5,000 മൈനസ് എക്സ്. അതായത് എക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഏതിൻ്റെ പ്രൈസാണ്? ചെയറിൻ്റെ പ്രൈസ് അല്ലേ. അപ്പോൾ 5,000 നിന്ന് ഒരു ചെയറിൻ്റെ പ്രൈസ് ഏതാണ്? 1,000 മൈനസ് ചെയ്യുക. അപ്പോൾ അത്ര 4,000. നമുക്കത് എഴുതാം. ദ പ്രൈസ് ഓഫ് എ ചെയർ ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു റുപ്പീസ് എത്ര? 5,000 അല്ല 1,000 അല്ലേ. എക്സിൻ്റെ പ്രൈസ് എത്ര കിട്ടിയത്? 1,000 ആണ്. ഇനി അടുത്ത് ദ പ്രൈസ് ഓഫ് എ ടേബിൾ. ടേബിൾ ഇസ് ഈക്വൽ ടു 5,000 മൈനസ് എക്സ്. എക്സ് ഇവിടെ എത്ര കിട്ടി? 1,000 ഈസ് ഈക്വൽ ടു റുപ്പീസ് എത്ര? 4,000. സിമ്പിൾ അല്ലേ, എളുപ്പമാണ് അല്ലേ. നിങ്ങൾ മനസ്സിലാക്കുക വേറൊന്നുമില്ല. ഒരു ചെയറിന് എത്ര രൂപയാണ്? എക്സ് രൂപയാണ്. ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടെയാണ് 5,000. അതിൽ നമ്മൾ എക്സ് റുപ്പീസ് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? ചെയറിൻ്റെയാണ്. അപ്പോൾ ആ എക്സ് മൈനസ് ചെയ്യുമ്പോൾ ഏതിൻ്റെ കിട്ടും? ഒരു ടേബിളിൻ്റെ പ്രൈസ് കിട്ടും. ഇനി അടുത്ത് പറഞ്ഞു എന്താണ്? ഒരു ടേബിളിൻ്റെ 4 ചെയറിനും കൂടെ. ഒരു ടേബിൾ എന്താണ്? 5,000 മൈനസ് എക്സ് റുപ്പീസും 4 ടേബിൾ എന്താകും? 4 ചെയർ അല്ലേ. 4 ചെയർ ആകുമ്പോഴത്തേക്കും ഒരു ചെയറിൻ്റെ എന്താണ്? എക്സ് ആണ്. അപ്പോൾ 4 ചെയറിൻ്റെ എന്താണ്? 4x അല്ലേ. അപ്പോൾ 5,000 മൈനസ് എക്സും
4x കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത് 8000 റുപ്പീസ് കിട്ടുന്നത്. അതായത് ഒരു ടേബിളിനും 4 ചെയറിനും കൂടെയാണിത് 8000. അങ്ങനെയാണ് നമ്മൾ ആ സ്റ്റെപ്സ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ചെയറിൻ്റെ പ്രൈസ് നമുക്ക് കിട്ടി. അതെന്തായിരുന്നു, 1000 ആയിരുന്നു. പിന്നെ ആ 1000 നമ്മൾ എന്ത് ചെയ്തു, 5000 മൈനസ് ചെയ്യുമ്പോൾ എന്തിൻ്റെ പ്രൈസ് കിട്ടി, നമുക്ക് ടേബിളിൻ്റെ പ്രൈസ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, പേജ് നമ്പർ 35. 35-ലെ ഏറ്റവും മുകളിലത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതിൻ്റെ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ 1 മീറ്റർ. ഒരു നോക്കിക്കോളൂ, ഇതിൻ്റെ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ 1 മീറ്റർ. വൺ സൈഡ് ഈസ് 5 സെൻറ്റിമീറ്റേഴ്സ് ലോങ്ങർ ദാൻ ദ അതർ. അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് മറ്റേ വശത്തേക്കാൾ എത്ര സെൻറ്റിമീറ്റർ കൂടുതലാണ്, 5 സെൻറ്റിമീറ്റർ കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ ലെങ്സ് ഓഫ് ദ സൈഡ്സ്. ആ വശങ്ങളുടെ നീളങ്ങളാണ്, അതിൻ്റെ വശങ്ങളുടെ അളവുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാം അല്ലേ. റെക്റ്റാങ്കിൾ, അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അതായത് പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ 2 × L+B ആണ് അല്ലേ. 2 എല്ലും ഉണ്ട്, 2 ബിയും കാണും, 2 എല്ലും 2 ബിയും അല്ലേ. L+B+L+B അതാണ് പെരിമീറ്റർ. അപ്പോൾ അത് എത്രയാണ് പറഞ്ഞിരിക്കുന്നു, 100. അതായത് 1 മീറ്റർ എന്താണ്, 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും എടുക്കാം. അപ്പോൾ ബ്രെഡ്ത്തിന് നമുക്ക് ഇത് കൊടുക്കാം X ആണെങ്കിൽ അല്ലേ. ബ്രെഡ്ത്ത് എന്താണ്, ചെറിയ വശം, സ്മോളർ സൈഡ്. അത് എന്താണ്, X ആണെങ്കിൽ ഈ ലോങ് സൈഡ് എന്തായിരിക്കും, X+ എന്താണ് 5 അല്ലേ. എന്തുകൊണ്ടാണ്, ഇതിനേക്കാൾ എത്ര സെൻറ്റിമീറ്റർ കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ട്, 5 സെൻറ്റിമീറ്റർ കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണ്, 1 മീറ്റർ അല്ലെങ്കിൽ എന്താ 100 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ നീളമുള്ള വശം എന്ന് പറയുന്നത് മറ്റേ വശത്തിനേക്കാൾ എത്ര സെൻറ്റിമീറ്റർ കൂടുതലെന്ന് പറഞ്ഞിരിക്കുന്നു, 5 സെൻറ്റിമീറ്റർ കൂടുതലെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതേ പ്ലസ് ഇതാണ്, ഇത് 100. അപ്പോൾ ഇതുകൂടെ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അതിൻ്റെ ഹാഫ് എടുത്താൽ മതി അല്ലേ, 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ X+5 പ്ലസ് X ആണ് 50 സെൻറ്റിമീറ്റർ. X+5 പ്ലസ് പിന്നെന്താണ് X 50 സെൻറ്റിമീറ്റർ അല്ലേ. ഓക്കെ, ഇനി അടുത്ത് 1x എന്താണ് 2x പ്ലസ് പിന്നെന്തുണ്ട് 5 ഈസ് ഈക്വൽ ടു 50. ഇനി അടുത്ത സ്റ്റെപ്പ് 2x ഈസ് ഈക്വൽ ടു 50 പ്ലസ് 5 അപ്പുറത്തുമ്പോൾ -5. 2x ഈസ് ഈക്വൽ ടു 50 -5 എന്താണ് 45. Therefore x is equal to 45 divided by 2 is equal to 22.5. മനസ്സിലായല്ലോ. എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടി 22.5 ആണ് കിട്ടിയത്. ഈ എക്സ് എവിടെ കിടക്കുന്നു, ഇതാണ് അല്ലേ. അതിൻ്റെ എന്താണ് വീതിയാണിത്. നമുക്ക് കിട്ടിയത് 22.5 എന്ന് പറയുന്നത് എക്സ്. ദ ബ്രെഡ്ത്ത് is equal to x. എക്സ് എവിടെ കിട്ടി 22.5. 5 എന്താണ് യൂണിറ്റ്, എന്താണ് സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ലെങ്ത് is equal to എന്താണ് X+5. എക്സ് എവിടെ 22.5 പ്ലസ് 5 is equal to 27.5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞു. ടോട്ടല് 3 ക്വസ്റ്റ്യൻ ആണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിക്കോളൂ, നല്ല ക്വസ്റ്റ്യനാണ്, നിങ്ങളുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അതിൽ എന്താ പറഞ്ഞിരിക്കുന്നു, ക്ലാസ്സിലെ ഒരു കമ്പൈൻഡ് ക്ലാസ്സാണ്, ബോയ്സും ഗേൾസും ഉള്ള ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ എന്ത് സംഭവിച്ചു നോക്കുക. എ ക്ലാസ് ഹാസ് 4 more ഗേൾസ് ദാൻ ബോയ്സ് അല്ലേ. ആ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട്, ആരെക്കാൾ ബോയ്സിനേക്കാൾ 4 ഗേൾസാണ് കൂടുതലുള്ളത്. മനസ്സിലായി, 2 സെക്ഷനിൽ ബോയ്സിനേക്കാൾ എത്ര പേര് കൂടുതലുണ്ട്, ഗേൾസ് 4 പേര് കൂടുതലുണ്ട്. ഓൺ എ ഡേ, ഒരു ദിവസം എന്ത് ചെയ്തു, വെൻ ഓൺലി 8 ബോയ്സ് വെയർ എന്താണ് ആബ്സെൻറ്റ്.
അപ്പോൾ 8 കുട്ടികൾ എന്ത് ചെയ്തു, ഈ സെക്ഷനിലെ അതായത് ഈ വശത്ത് എന്ത് ചെയ്തു, 8 കുട്ടികളെന്ന് ആബ്സെൻ്റായി. ഒരു ദിവസം 8 കുട്ടികൾ ബോയ്സ് എന്ത് ചെയ്തു, എന്തോ ഒരു കള്ളപ്പുറം ചിലപ്പം വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കാം. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോൾ ബോയ്സ് എന്ത് ചെയ്തു, 8 കുട്ടികൾ എന്ത് ചെയ്തു, ആബ്സെൻ്റായി. ദ നമ്പർ ഓഫ് ഗേൾസ്, അന്നേരം എന്ത് സംഭവിച്ചു, ഇപ്പുറത്തെ സൈഡിലുള്ള നമ്പർ ഓഫ് ഗേൾസ് എല്ലാവരും ഉണ്ട്. ആ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് വാസ് ട്വൈസ് ദാറ്റ് ഓഫ് ബോയ്സ്. ഇവിടെ എത്ര കുട്ടികളുണ്ട്, ഇപ്പോൾ എത്ര കുട്ടികൾ കുറഞ്ഞു, ആ കുറഞ്ഞതിൻ്റെ ഇരട്ടിയാണ് ഇത് ഇപ്പുറത്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. അന്നേ ദിവസം സംഭവിച്ചത് കേട്ടല്ലോ. അപ്പോൾ ദ നമ്പർ ഓഫ് ഗേൾസ് വെയർ ട്വൈസ് ദാറ്റ് ഓഫ് ദ ബോയ്സ്. ഹൗ മെനി ഗേൾസ് ആൻഡ് ദ ബോയ്സ് ആർ ദർ ഇൻ ദ ക്ലാസ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്, എത്ര ഗേൾസ് ഉണ്ട്, ടോട്ടൽ ആ ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ സ്ട്രെങ്ത് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഈ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ കൂടെ എണ്ണം കൂട്ടി നമ്മളവിടെ എഴുതും. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്, എത്ര ഗേൾസ് ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആരേക്കാൾ കൂടുതലാണ്, ബോയ്സിനേക്കാൾ കൂടുതലാണ് ഗേൾസ്. അപ്പോൾ നമുക്ക് ബോയ്സിന് ഇത് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം അല്ലേ. നമ്പർ ഓഫ് ബോയ്സ് ബി എക്സ്, ലെറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് ബി എക്സ്. അല്ലേ, കുട്ടികളുടെ ബോയ്സിൻ്റെ എണ്ണം നമ്മൾ കൊടുത്തു, എക്സ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഗേൾസ് കൊടുക്കാം, എക്സ് പ്ലസ് 4. അപ്പോൾ ഈ കുട്ടികൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ വന്നിട്ടുണ്ട് അല്ലേ. ആ എക്സ് പ്ലസ് 4 ആ കുട്ടികൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ദിവസത്തെ ക്ലാസ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിച്ചു, അപ്പുറത്തെ കുട്ടികൾ എത്ര പേരുണ്ടായിരുന്നു, എക്സ് കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലേ. ആ എക്സ് കുട്ടികളിൽ നിന്നും എത്ര പേരെന്ന് ആബ്സെൻ്റായി, 8 പേര് പോയി അല്ലേ. അപ്പം -8, 8 പേര് കൂടുതൽ വന്നെങ്കിൽ എന്താണ് +8 അല്ലേ. ഇവിടെ എന്താണ്, 8 കുട്ടികൾ അന്ന് കുറഞ്ഞു. ഉണ്ടായിരുന്ന എക്സ് കുട്ടികളിൽ നിന്നും എന്ത് ചെയ്തു, എത്ര പേര് അന്ന് ആബ്സെൻ്റായി, 8 കുട്ടികൾ ആബ്സെൻ്റായി. ആബ്സെൻ്റായ ആ എണ്ണത്തിൽ ഡബിൾ എന്ന് പറയുന്നതാണ് ട്വൈസ് അല്ലേ. അല്ലെങ്കിൽ 2 ഇൻറ്റു എന്താ പറയുന്നത്, ഇതിനെങ്ങനെ 2 ഇൻറ്റു എക്സ് മൈനസ് 8 എന്ന് പറയുന്നത് ഏത് ഈക്വലാണ്, എക്സ് പ്ലസ് 4ന് ഈക്വലാണ്. അതായത് ഈ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ഈ ആബ്സെൻ്റായ കുട്ടികളുടെ ഡബിളിന് ഈക്വലായി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 4 സീൽ 2 ഇൻറ്റു എക്സ് മൈനസ് 8. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, എക്സ് പ്ലസ് 4. ഇനി അടുത്ത് ഇത് കോമൺ ഫാക്ടർ എടുത്തിട്ട് ഈ 2 കൊണ്ട് ബ്രാക്കറ്റിനകത്തോട്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു എക്സ് എന്താണ് 2x, 2 ഇൻറ്റു -8 എന്താണ് -16. ഇനി അടുത്ത് എക്സ് എഴുതി, പ്ലസ് 2x ഇക്വൽസിന് ഇപ്പുറത്തോട്ട് വരിക, -2x ഈസ് ഈക്വൽ ടു -16 അല്ലേ. അതിൻ്റെ താഴെ അതുപോലെ ഇറക്കി സൈൻ മാറ്റാതെ, കാരണം ഈക്വൽസിന് അപ്പുറത്ത് കിടക്കുന്നതാണ്. ഇനി ഇപ്പുറത്ത് കിടക്കുന്ന +4നെ അപ്പുറത്തോട്ട് പോകുന്നതാണ് -4. -2x പ്ലസ് 1x, 2x നിന്ന് 1x മൈനസ് ചെയ്യുമ്പോൾ എക്സ് ഗ്രേറ്റർ സൈൻ മൈനസ് എക്സ് ഇക്വൽ ടു ഒരേ സൈൻ വന്നാൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ -16 -4 എന്താണ്, -16 -4 ഒരേ സൈൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. 16നോട് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 കൂട്ടുന്നു, അപ്പോൾ 20 കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു, വലുതൊരു സൈൻ തന്നെ പറഞ്ഞോളൂ. ഒരേ സൈൻ ഒന്ന് ആഡ് ചെയ്തിട്ട് ആ സൈനിന് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി. സബ്ട്രാക്ഷനോ അഡീഷനോ വന്നാലും എന്ത് ചെയ്യുക, ചെയ്തിട്ട് കണ്ടിട്ട് അതിന് ഗ്രേറ്റർ സൈൻ കൊടുക്കുക. അപ്പോൾ ഗ്രേറ്റർ ഇതാണ് മൈനസ് എന്താണ് 20. ഇവിടെ 20 വരാൻ കാരണം എന്താണ്, ഒരേ ചിഹ്നങ്ങളാണ്, അതുകൊണ്ടാണ് നമ്മൾ കൂട്ടിയത്. എന്നിട്ട് വലുതൊരു ചിഹ്നം തന്നെ കൊടുത്തു. ഒരേ സൈൻ അപ്പുറത്ത് ക്യാൻസൽ, therefore x is equal to 20. ഈ 20 എന്ന് പറയുന്നത് ആരാണ്, നമ്പർ ഓഫ് ബോയ്സ് അല്ലേ. ഈ 20 എന്ന് പറയുന്നത് ആരാണ്, നമ്പർ ഓഫ് ബോയ്സ്. അപ്പോൾ ഗേൾസ് എന്തായിരിക്കും, ബോയ്സിനേക്കാൾ എത്ര കൂടുതലാണ്, 4 അല്ലേ. അപ്പോൾ ബോയ്സ് എത്രയാണ്, 20 ആണെങ്കിൽ ഗേൾസ് എന്തായിരിക്കും 20 + 4. അപ്പോൾ എന്താണ് 24. അപ്പോൾ ആ ക്ലാസ്സിലെ ടോട്ടൽ സ്ട്രെങ്ത് എന്തായിരിക്കും, 24 + 20. അപ്പോൾ അത്രയാണ് 44 സ്റ്റുഡൻസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഈ 3 ക്വസ്റ്റ്യനാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ആ 3 ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ ക്വസ്റ്റ്യനൊക്കെ ചേർത്തുള്ള ഒരു 3ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. അതുവരെ എല്ലാവർക്കും നല്ല വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.